എൻ്റെ പേര് മമിത ബൈജു. ഏറ്റവും പുതുതായി ഇറങ്ങാൻ പോകുന്ന സ്കൂൾ ഡയറി എന്ന ചിത്രത്തിൻ്റെയും നിങ്ങൾ കാത്തിരിക്കുന്ന അമൽ നീരജ് ചിത്രത്തിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കീപ് വാച്ചിങ്. സ്കൂൾ ഡയറീസ് എന്ന മൂവി ഒരു വൻ പ്രതീക്ഷയാണ്. അതായത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തോറുമുള്ള ഒരു എഫേർട്ടാണ് ഈ സ്കൂൾ ഡയറി. അത് ഒരു എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം അതിൻ്റെ സക്സസ്സിലേക്ക് വരുവാണ്. അപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണം. സ്കൂളിൽ പഠിച്ച ടൈമിൽ ഡയറി എഴുതിയതിൽ ഏറ്റവും എന്താണ് എന്നും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പേജ്? ഇപ്പോൾ അതായത് ഒരു 2 വർഷം മുമ്പൊക്കെ ഞാൻ ഡയറി എന്നും എഴുതുമായിരുന്നു. അപ്പോൾ അതിനകത്തെന്ന് പറയാം മെയിൻ ഈവൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളൊക്കെ, അതായത് ഒരു നല്ലൊരു സക്സസ് നമ്മൾ അവെയിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഞാൻ എപ്പോഴും ഡയറിയിൽ എഴുതാറുണ്ട്. എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയൊരു ഈവൻറ്റ് എന്ന് പറയാനുള്ളത്, ഞാൻ സ്റ്റേറ്റ് വിന്നർ ആയതാണ്. എനിക്ക് പാഷനാണ്, വളരെയധികം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബിയും എന്താ പറയുക ഒരു പാഷനുമാണ് ഡാൻസ്. അപ്പോൾ അത് ക്ലാസിക്കലാണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്ലാസിക്കലിൽ എൻ്റെ അമ്മ എന്നെ വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ മത്സരത്തിനും ഒക്കെ അങ്ങ് പോകുമ്പോൾ ഒരു പ്രൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആകണം ഞാൻ കളിക്കുന്നത്, എൻ്റെ അമ്മയ്ക്കും സാറ്റിസ്ഫാക്ഷൻ ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് വിന്നർ ആയ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് ഫസ്റ്റ് കിട്ടും എന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഞാൻ കളിച്ചു കഴിഞ്ഞ്, അതായത് ഒരു കുറേ നാളത്തെ എഫേർട്ടാണ്. അപ്പോൾ എനിക്ക് ദേഹമൊന്നും മേല, കാലൊന്നും മേല, എന്നാലും നമ്മൾ കളിക്കുമല്ലോ, നമ്മൾ ആ സ്റ്റേജിൽ കയറുമ്പോൾ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് കളിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കരയും. അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അമ്മ അത് കരയും. അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് അമ്മ ചിരിച്ചിട്ട് പറയും നല്ലായിരുന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് അങ്ങനെ ആർക്കും അത് കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ വളരെ ബ്ലെസ്ഡാണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകാൻ ഞാൻ വളരെ ബ്ലെസ്ഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷം ആക്കുന്നത്. ഞാൻ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയും ഇതുപോലെ ഡാൻസും എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടും കാരണമാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഡയറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള പേജസ്. അതൊക്കെ വായിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ചിത്രത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? സ്കൂൾ ഡയറി എന്ന മൂവിയിലേക്ക് ഞാൻ വരുന്നത്, ഇതിനു മുമ്പ് സ്കൂൾ ഡയറിക്ക് മുമ്പ് ഞാൻ ചെയ്തത് ഹണി ബി 2 ആണ്. അതിനകത്ത് ആസിഫിക്കയുടെ പെങ്ങളായിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു നല്ലൊരു കൊച്ചായിട്ട് എന്താ പറയുക കുറച്ച് നോട്ട് ചെയ്തിട്ട് ഒക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ സെറ്റിൽ ഹാജ സർ വന്നിട്ടുണ്ടായിരുന്നു, ഡയറക്ടർ സർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ആക്ട് ചെയ്യുന്നതൊക്കെ കണ്ടു, എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നീട് വിളിച്ചെന്നെ പറഞ്ഞു എന്താ പറയുക ഇങ്ങനൊരു മൂവി ഉണ്ട്, അപ്പോൾ ഒരു ക്യാരക്ടർ ഞാൻ തന്നാൽ ചെയ്യുമോ, ഞാൻ നിന്നിലൊരു ക്യാരക്ടറിനെ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്കിതിനെ വിശ്വാസമാണ്, നീ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരാൾ നമുക്ക് അത്രയും വലിയ അപ്രിസിയേഷൻ തരുമ്പോഴത്തേനും നമ്മൾ ചെയ്യാതിരിക്കുന്നത് തെറ്റല്ലേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ, അതുകൊണ്ട് ചെയ്തു. അമൽ നീരജ് ചിത്രത്തിൽ അഭിനയിച്ചു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മലയാളത്തിലെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസരം, അത് യഥാർത്ഥത്തിൽ 4ാമത്തെ ചിത്രത്തിലോ 5ാമത്തെ ചിത്രത്തിലേക്ക് നടന്നു. അതെ, എങ്ങനെ നോക്കുന്നു?
അമൽ നീരജ് സാർ ഡയറക്റ്റ് ചെയ്യുന്ന പടം എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. കാരണം ഞാൻ 10th കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞ് ഇനി മൂവി വേണ്ട, അതായത് +1 +2 അല്ലേ, അപ്പോൾ പഠിത്തത്തിൻ്റെ ആ റൂട്ടിലേക്ക് ആ ഒരു ഇതിലേക്കൊക്കെ ആയിരുന്നു. അപ്പോഴാണ് അസോസിയേറ്റ് ഡയറക്ടർ മാത്യു സർ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ സാറിന് എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് എനിക്ക് ആ മൂവിയിലേക്ക് കിട്ടുന്നത്. അതെന്ന് പറയുമ്പോൾ വളരെ അധികം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അമൽ നീരജ് സാറിൻ്റെ ഒക്കെ പടത്തിൽ പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കഥാപാത്രം അതിനകത്ത് ചേതൻലാലിൻ്റെ പേരായിട്ടാണ് ഞാൻ. അപ്പോൾ അതും എനിക്കൊരു വലിയ ഒരു ഭാഗ്യമാണ്. കാരണം ചേതൻലാൽ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സോ അപ്പം ചേതൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഷൂട്ടെല്ലാം കേരളത്തിൽ തന്നെയായിരുന്നു. ഞങ്ങൾക്കൊഴികെ മെയിൻ ക്യാരക്ടേഴ്സിന് ദുബായിലും ഉണ്ടായിരുന്നു ഷൂട്ട്. ലീഡിങ് ക്യാരക്ടർ ഫസിൽ സാറാണ്. പിന്നെ ഹീറോയിനായിട്ട് ഐശ്വര്യലക്ഷ്മിയാണ്. വേറെ ദിലീഷ് പോതൻ സാർ, അതുപോലെ ഷറഫുദ്ദീൻ സാർ, ഇവരെല്ലാം മെയിൻ ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിനകത്ത്. അതുപോലെ അർജുൻ അശോകൻ, ഇവരെല്ലാവരും നല്ല ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഫഹദ് ഫാസിലിനെ കാണുന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തില്ല, ഇങ്ങനെ ഒരു എന്താ പറയുക പാസ് ചെയ്യുമായിരുന്നു സാറ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എന്താ പറയുക അത് സാറാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഓടി ചെന്ന് നോക്കി. അപ്പോൾ വേണ്ട സാറ് നിൽക്കുന്നു, സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ ഓടി ചെന്ന് വിളിച്ചിട്ട് പറയുകയാണ്, കാണുന്നോ ഫഹദ് സാർ വന്നിട്ടുണ്ട് കാണുന്നോ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നീടുള്ള സെറ്റുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കമ്പൈൻ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലടിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഹണി ബി ടൂവിനകത്ത് സീനിയർ ആക്ടേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരോടൊന്ന് മിണ്ടാൻ പറ്റുക എന്നൊക്കെ പറയാൻ ഭയങ്കര ഭാഗ്യമായിരുന്നു. അതെ, നസ്രിയ ഉണ്ടായിരുന്നു. മിക്കപ്പോഴും നസ്രിയ വരും അവിടെ. മാം എന്താ പറയുക ഭയങ്കര ഒരു ജോളി ടൈപ്പാണ്, എല്ലാവരോടും ഭയങ്കര മിങ്കിൾ ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ സ്കൂൾ ഡയറി പോലെ തന്നെ ഒരു ഫ്രണ്ട്ലി സെറ്റാണ് അത്. സ്കൂൾ ഡയറി അതിനെപ്പറ്റി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, അതൊരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നൊരു മൂവിയാണ്. എന്താ പറയുക ഫാമിലികൾക്കും സ്റ്റുഡൻസിനും ഇപ്പോൾ ഉള്ള ടീനേജേഴ്സ്, സ്പെഷ്യലി ഇപ്പോൾ ഉള്ള ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഒരു എന്താ പറയുക അവരുടെ പ്രശ്നങ്ങൾ അവർ ആരുമായിട്ടും ചിലപ്പോൾ ഷെയർ ചെയ്തൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളും അങ്ങനെ അവരിപ്പോൾ എന്താ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസും ഒക്കെ ഇതിനകത്ത് എന്താ പറയുക എടുത്തു കാണിക്കുന്നുണ്ട്. അതെങ്ങനെ സോൾവ് ചെയ്യണം, അതെന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക അതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ തീർച്ചയായും കാണേണ്ട ഒരു മൂവി തന്നെയാണ് സ്കൂൾ ഡയറി. അതിനകത്ത് എല്ലാവരുടെയും ഡെഡിക്കേഷൻ ഉണ്ട്. തീർച്ചയായും നിങ്ങൾ പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം. ഈ വരുന്ന May 18th റിലീസിംഗ് ആണ്, ഈ വെള്ളിയാഴ്ച. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഉണ്ട്. സ്റ്റേറ്റ് അവാർഡ് വിന്നറായ ഇന്ദ്രൻ സാർ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കാരണം സാറിനെ പോലൊരു സീനിയർ ആർട്ടിസ്റ്റ് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ന്യൂ കമേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്താ പറയുക സാറ് എന്തെങ്കിലും ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ പോലും അത് കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എൻകറേജ് ചെയ്യുന്ന ഒരു സാറാണത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ദ്രൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്.